Hello, my dear students. Welcome to the next topic, steps in staffing process. ഉദ്യോഗവൽക്കരണ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭംഗിയായി പഠിക്കണം. ഇതിന്റെ സ്റ്റെപ്സ്, ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ തന്നെ എഴുതാനുള്ള രീതിയിൽ അറിയായിരിക്കണം. മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ഉദ്യോഗവൽക്കരണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. സ്ഥാപനത്തിന് ആവശ്യമായി വരുന്ന മനുഷ്യവിഭവം കണ്ടെത്തി സമയബന്ധിതമായി നിയമിക്കുക എന്നതാണ് ഈ ധർമ്മം. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോഴോ നിലവിലുള്ള സ്ഥാപനം വിപുലീകരിക്കുമ്പോഴോ നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ സ്വമേധയാ സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം എന്നിവ ലഭിക്കുന്നതിലൂടെ വിട്ടുപോകുമ്പോഴോ ആണ് സാധാരണയായി മനുഷ്യവിഭവ ആവശ്യം ഉണ്ടാകാറുള്ളത്. ശരിയായ വ്യക്തികളെ ശരിയായ ജോലിയിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രക്രിയയുടെ ലക്ഷ്യം. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെങ്കിലും ജനങ്ങൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നു. ഇതിന് സമാനമാണ് ശരിയായ ജോലിക്ക് ശരിയായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്. ശരിയായ ആളുകൾ എന്നത് അപര്യാപ്തമായ ഒന്നായതിനാൽ ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നതിനായി സ്ഥാപനത്തെ പറ്റിയും നിർദ്ദിഷ്ട തൊഴിലിനെ പറ്റിയും മതിയായ വിവരണം നടത്തേണ്ടതുണ്ട്. ഒരു സ്ഥാപനത്തിന് ആവശ്യമായ മനുഷ്യവിഭവശേഷി തിരിച്ചറിഞ്ഞ് അത് സമാഹരിക്കുന്നതിനുള്ള സാധ്യമായ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലൂടെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. ഒരൊറ്റ ഒഴിവുള്ള അവസരങ്ങളിൽ പോലും 100 കണക്കിന് അപേക്ഷകരുണ്ടായേക്കാം. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് തീർത്തും വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ പുതിയതായി നിയമിക്കുന്ന ആളുകൾക്ക് സ്ഥാപനത്തിന്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ട പരിശീലനവും ഒക്കെ ആവശ്യമാണ്. ഇന്നത്തെ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കേസ് സ്റ്റഡി നടത്താം. ശ്രദ്ധിച്ചു കേൾക്കാം. മിസ്റ്റർ ജെയിൻ എൻ്റെ ഒരു ബ്രദറാണ്. അദ്ദേഹത്തിന് മൂന്നാറിലെ 2 ടീ ഫാക്ടറികൾ നിലവിലുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു പുതിയ ടീ ഫാക്ടറി കൂടി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. തന്റെ പുതിയ യൂണിറ്റിലേക്ക് ഏതാണ്ട് 50 വർക്കേഴ്സിനെ വേണ്ടി വരുമെന്ന് കണക്കാക്കി. അതിൽ 10 പേരെ നിലവിലുള്ള ഫാക്ടറിയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള 40 പേരെ പുറത്തു നിന്നും നിയോഗിക്കാനും തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് നൽകി. അതിൽ ഉദ്യോഗാർത്ഥിക്ക് വേണ്ട എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും സ്കില്ലും എല്ലാം നിഷ്കർഷിച്ചിരുന്നു. 94 ആപ്ലിക്കേഷൻസ് ജെയിന്റെ കയ്യിൽ ലഭിച്ചു. ഇവ പരിശോധിച്ചപ്പോൾ 26 എണ്ണം നിഷ്കർഷിച്ച ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സ്കില്ലും ഇല്ലാത്തതായത് കാരണം റിജക്ട് ചെയ്തു. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് റിട്ടൺ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഇവ നടത്തി. ഇവരിൽ നിന്നും 40 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയും അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം നൽകുകയും ചെയ്തു. പുതിയ ജോലിക്കാർ ഫാക്ടറിയിലെത്തിയപ്പോൾ മിസ്റ്റർ ജെയിൻ അവരെ ജോലി ചെയ്യേണ്ട പ്ലേസും ഫെലോ വർക്കേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. പുതിയ വർക്കേഴ്സിനെ ജോലി പഠിപ്പിച്ചെടുക്കുന്നതിനായിട്ട് 2 ദിവസത്തെ ട്രെയിനിങ്ങും നൽകി. അതുപോലെ മിസ്റ്റർ ജെയിൻ ഇവരുടെ എല്ലാം വർക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് നിരന്തരം വാച്ച് ചെയ്യുകയും അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തില് വർക്കേഴ്സിന് അവരുടെ എഫിഷ്യൻസിക്കും സ്കില്ലിനും അനുസരിച്ച് പ്രൊമോഷൻ പോലുള്ള ആനുകൂല്യങ്ങളും അനുവദിച്ചു. അതുപോലെ തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കോമ്പൻസേഷൻ അഥവാ വേതനവും നൽകി. ഇതുകൂടാതെ ധനപരമായും അല്ലാത്തതുമായ ധാരാളം ഇൻസെന്റീവുകളും നൽകി. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കേസില് മിസ്റ്റർ ജെയിൻ പല സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് അതൊക്കെ നോക്കിക്കേ. ആദ്യമായിട്ട് തന്റെ പുതിയ ടീ ഫാക്ടറിയിലേക്ക് എത്ര ജോലിക്കാർ വേണ്ടി വരുമെന്ന് തീരുമാനിച്ചു അല്ലേ? തന്റെ പുതിയ ടീ ഫാക്ടറിയിലേക്ക് എത്ര ജോലിക്കാർ വേണ്ട വരുമെന്ന് തീരുമാനിച്ചു.
ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയാം അല്ലെ. അതായത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണ്ടിവരും, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണ്ടിവരും എന്ന് തീരുമാനിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. ഇനി അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? രണ്ടാമതായി തന്റെ സ്ഥാപനത്തിലെ വ്യത്യസ്ത തസ്തികകളിലേക്ക് അനുയോജ്യമായ ആളുകളെ അന്വേഷിക്കുകയും അവരെ തൊഴിലിന് അപേക്ഷിക്കാൻ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് നൽകി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ നമുക്ക് റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അനുയോജ്യരായ ആളുകളെ അന്വേഷിക്കുകയും അവരെ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിച്ച സ്ഥാനാർത്ഥികളിൽ നിന്ന് അനുയോജ്യരായ 40 വ്യക്തികളെ ടെസ്റ്റ്, ഇന്റർവ്യൂ ഇവയൊക്കെ നടത്തി തിരഞ്ഞെടുത്തു. 94ഓളം പേര് അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് എത്ര പേരെയാണ് സെലക്ട് ചെയ്തത്? 40 പേരെയാണ് പുറമേന്ന് സെലക്ട് ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്ന 10 പേരെ പഴയ ടീ ഫാക്ടറിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനുമാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് 50 പേരെ നമ്മൾ ഇദ്ദേഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ ഇതിനെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ആൻഡ് അപ്പോയിന്റിംഗ് ദ റൈറ്റ് പേഴ്സൺ ഫോർ വേരിയസ് ജോബ്സ്. നമുക്ക് ലഭിച്ച ആപ്ലിക്കൻസിൽ നിന്നും നമുക്ക് അനുയോജ്യരായ ആളുകളെ ചൂസ് ചെയ്യുന്ന, തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയെ എന്തെന്ന് വിളിക്കാം? സെലക്ഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, സെലക്ട് ചെയ്താൽ മാത്രം പോരല്ലോ. നാലാമതായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തികളെ സ്ഥാപനത്തിൽ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്ലേസ്മെന്റ് നൽകുന്നു. കൂടാതെ അവരെ മറ്റു ജീവനക്കാർക്ക് പരിചയപ്പെടുത്തുകയും സ്ഥാപനത്തിന്റെ നിയമങ്ങളും നയങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതായത് these refer to the process of familiarizing the selected candidates with their work units, work groups, jobs and the organization and placing the right one on the job. അപ്പൊ പുതിയതായിട്ട് സെലക്ട് ചെയ്ത ആ എംപ്ലോയിയെ അവിടെ വന്ന് ആ വർക്ക് യൂണിറ്റുമായിട്ട് പരിചയപ്പെടുത്തുന്നു, അവിടെയുള്ള ഫെല്ലോ വർക്കേഴ്സുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അതുപോലെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫാക്ടറിയുടെ നിയമങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഒരു എല്ലാം ഒന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ പ്രക്രിയക്കാണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. നിയോഗിക്കലും പരിചയപ്പെടുത്തി കൊടുക്കലും. ഇനി അതിനുശേഷം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. പിന്നെ എന്താ ചെയ്തത്? പുതിയതായി വന്നവർക്ക് ജോലി ചെയ്യാൻ അറിയില്ലോ. 40 പേരെ പുതിയതായി വെളിയിൽ നിന്ന് എടുത്താണ്, അവർക്ക് ജോലി ചെയ്യാൻ അറിയില്ല. അപ്പൊ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങുകളും ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ഒക്കെ നൽകി അല്ലെ. 2 ദിവസത്തെ ട്രെയിനിങ് ഫാക്ടറിയിൽ കൊടുത്തില്ലേ? അപ്പൊ അതുപോലെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റൽ പ്രോഗ്രാംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ട്രെയിനിങ് ഇന്റൻഡഡ് ടു ഇംപ്രൂവ് നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ എംപ്ലോയീസ് റെഗുലർലി സോ ആസ് ടു എനേബിൾ ദം ടു പെർഫോം ബെറ്റർ. അവരുടെ നിലവിലുള്ള നോളജ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അവരുടെ സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പരിശീലനവും വികസന പരിപാടികളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് എന്താ ട്രെയിനിങ് കൊടുത്ത ശേഷം എന്താ ചെയ്തത്? എംപ്ലോയീസിന്റെ എല്ലാം പെർഫോമൻസ് അല്ലെ, പരിശീലനം പൂർത്തിയായി കഴിഞ്ഞു, അവര് ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്താ ചെയ്തത്? ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിലയിരുത്തലാണ് ചെയ്തത്. അപ്പൊ ഇതിനെ എന്തെന്ന് പറയാം? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിലയിരുത്തുന്നു. അപ്പൊ വർക്കേഴ്സിന്റെ പ്രകടനം പരിശോധിച്ച് അവരുടെ അനുസരിച്ചായിരിക്കും അവരുടെ കോമ്പൻസേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ദ പീരിയോഡിക് അസസ്മെന്റ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ടു എൻഷുർ ദാറ്റ് വെദർ ദേ ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡുമായിട്ട് യോജിച്ചു പോരുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഉള്ളത് വിലയിരുത്തുന്നു. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അതിനുശേഷം എന്താ ചെയ്തത്? വർക്കേഴ്സിന്റെ പ്രകടനമൊക്കെ പരിശോധിച്ച് തൃപ്തികരമാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ജോലി കയറ്റവും അതുപോലെ തന്നെ കരിയർ വികസനത്തിനുള്ള അവസരവും ഒക്കെ നൽകുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ പ്രൊമോഷൻ,
പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ അല്ലെ, ഒരു ഹയർ പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ മൂവ് ചെയ്യുന്നത്, ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കുന്നതിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ എംപ്ലോയീസ് an opportunity to make use of their enhanced skill and encourages them to grow within the organization. അപ്പൊ ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്ന വഴി അവരുടെ കൂടുതൽ കഴിവുകൾ വിനിയോഗിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ കൂടുതൽ ഗ്രോ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം, പ്രൊമോഷൻ ഒക്കെ കിട്ടുമ്പോൾ കൂടുതലായിട്ട് ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ അവർക്ക് ലഭിക്കുന്നു. ഇനി ഇതും കൊടുത്തു. ഇത് മാത്രമല്ല, അതുകൂടാതെ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ അല്ലെ, അല്ലെങ്കിൽ വേതനം നൽകി. ഇപ്പം തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് പകരമായി നൽകുന്ന എല്ലാ തരത്തിലുള്ള വേതനത്തെയും നമുക്ക് ഈ കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയാം. അതായത് കൂലി, ശമ്പളം, ഇൻസെന്റീവുകള്, കമ്മീഷൻ, ബോണസ് തുടങ്ങി പ്രത്യക്ഷ ധനപരമായ പേയ്മെന്റുകളും അതുപോലെ ഇൻഷുറൻസ്, മെഡിക്കൽ സഹായങ്ങൾ തുടങ്ങിയ പരോക്ഷ പേയ്മെന്റുകളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. It involves the determination of wages or salary and other benefits to the employees on the basis of nature of job, risk factors, responsibility, qualification, experience, etc. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ഒരു കോമ്പൻസേഷൻ പാക്കേജ് ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വിവിധ പ്രോസസ്സുകളിലൂടെയാണ് ആ പുതിയ ഫാക്ടറി തുടങ്ങുന്ന ജെയിൻ കടന്നു പോരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കടന്നു പോകുന്ന ഈ പ്രോസസ്സുകളെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്ന് വിളിക്കാം. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ മനുഷ്യ മൂലധനത്തിന്റെ സംഭരണം, നിലനിർത്തൽ, വികസനം, പ്രകടനം വിലയിരുത്തൽ, പ്രമോഷൻ, കോമ്പൻസേഷൻ എന്നിവ സ്റ്റാഫിങ്ങിന്റെ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നു. ഇത്രയുമാണ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന ഹെഡിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. Okay, thank you.